സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിന് മുന്നോടിയായിട്ട് തന്നെ വലിയ രീതിയിലുള്ള റൂമറുകളും വാർത്തകളും ചർച്ചകളും ഒക്കെയാണ് ട്രാൻസ്ഫർ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അലജാൻഡ്രോ ഗർനാച്ചോയുടെ ഭാവി സംബന്ധിച്ച ഒരു നിർണായക റിപ്പോർട്ടുകളാണ് ഇപ്പം കഴിഞ്ഞ ഒരു 24 മണിക്കൂറിനിടെ വളരെ സജീവമായിട്ട് ഉയർന്നിരിക്കുന്നത്. ഒന്ന് AC മിലാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റിപ്പോർട്ടുകളാണ്. അതായത് AC മിലാന് അലജാൻഡ്രോ ഗർനാച്ചോയെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 20-കാരനായ വിങ്ങറെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ള വാർത്തകളാണ് ഇറ്റാലിയൻ മാധ്യമങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്. goal.com ഒക്കെ അത് പിന്നീട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഗർനാച്ചോയെ സംബന്ധിച്ച് അതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. കാരണം എത്രയും വേഗം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടേണ്ട ഒരു ആവശ്യകത ഗർനാച്ചോയ്ക്ക് മുമ്പിലുണ്ട്. അടുത്ത സീസണിൽ തൻ്റെ പ്രൊജക്റ്റിൽ ഗർനാച്ചോ ഇല്ലെന്ന് അമോറിം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഒരു ക്ലബ്ബ് കണ്ടെത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 20-കാരനായ താരത്തെ സംബന്ധിച്ച് ഒരു ഏർലി സ്റ്റേജിലാണ് അദ്ദേഹം കരിയറിൽ. ഇനിയും പ്രൂവ് ചെയ്യാൻ ഒരുപാട് സമയം ബാക്കിയുള്ള ഒരു താരമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു മികച്ച ഒരു ക്ലബിലേക്ക് പോകുന്നത്, ഇപ്പം പ്രീമിയർ ലീഗിന് പുറത്താണെങ്കിൽ പോലും അത്യാവശ്യം മികച്ച ഒരു പ്രൊഫൈലുള്ള ഒരു ലെഗസിയുള്ള ക്ലബിലേക്ക് പോകുന്നത് ഗർനാച്ചോയെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രാക്ടിക്കലായുള്ള ഒരു സൊല്യൂഷൻ തന്നെയായിരിക്കും. AC മിലാൻ ആ രീതിയിൽ തന്നെയായിരിക്കും ഗർനാച്ചോയെ കാണുന്നത്. പ്രത്യേകിച്ച് റാഫേൽ ലയാവോ മിക്കവാറും ഈ സീസണോട് കൂടി മിലാൻ വിടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ ലെഫ്റ്റ് വിങ്ങർ ആയ ഗർനാച്ചോയെ സൈൻ ചെയ്യാൻ മിലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനീഷ്യൽ ടോക്ക് ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പം വരുന്നത്. പിന്നെ താരത്തിന്റെ ആറ്റിറ്റ്യൂഡും മറ്റു പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ലിവർപൂൾ ആണ് ഈ ഒരു സീസണിൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, അത്രയും മികച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങളാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ലോകത്ത് ഇപ്പം തന്നെ ലിവർപൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലോറിയൻ വിറ്റ്സിന്റെ കാര്യത്തിൽ ഏതാണ്ട് ഡീലായി കഴിഞ്ഞു. വിറ്റ്സ് പേഴ്സണലി എഗ്രി ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു. ഇനിയിപ്പം ഒഫീഷ്യലായിട്ട് ഉള്ള അവസാന ചർച്ചകളാണ് ഇപ്പം ബയർ ലെവർക്യൂസനുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഫ്ലോറിയൻ വിറ്റ്സിന് 100 മില്യൺ യൂറോയിലധികം വരുന്ന ഒരു വലിയ ഒരു തുക നൽകി ലിവർപൂൾ കൊണ്ടുവരുന്ന ഒരു ക്രിയേറ്റീവ് സൈഡിലുള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ കൊണ്ടുവരുന്ന. പിന്നെ ഫ്രിംപോങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും കെർക്കസിന്റെ കാര്യത്തിലാണ് രണ്ട് വിങ് ബാക്കുകളുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. ഫ്രിംപോങ് അർണോൾഡിന്റെ ഒരു ചോയ്സ്, റീപ്ലേസ്മെന്റ് ചോയ്സ് എന്നുള്ള രീതിയിൽ വരും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. പിന്നെ അതുകൂടാതെ തന്നെ കെർക്കസും ഏതാണ്ട് ധാരണയായി കഴിഞ്ഞു. കെർക്കസിനെ കൊണ്ടുവരുന്ന ആ ഒരു ഡീലിലും ഏതാണ്ട് ധാരണയായി, ബോൺമൗത്തുമായിട്ട് ധാരണയായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. അപ്പം അതിനൊക്കെ ഉപരിയായിട്ട് ഇപ്പം മറ്റൊരു വാർത്ത ലിവർപൂളുമായിട്ട് കേൾക്കുന്നത്, ലിവർപൂൾ ഒരു സ്ട്രൈക്കറെ കൂടി സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. ഡാർവിൻ ന്യൂനസ് എന്തായാലും പുറത്തേക്ക് പോകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു മികച്ച ഒരു പ്രോമിസിങ് ആയ ഒരു ഗോൾ സ്കോറെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് റെഡ്സ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന പേര്, ഏറ്റവും ഒടുവിൽ ഇപ്പം സ്കൈ സ്പോർട്സ് ജർമ്മനിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ലിവർപൂൾ നോക്കുന്നത് എയിൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിൻ്റെ സ്ട്രൈക്കറായുള്ള ഹ്യൂഗോ എക്കിറ്റിക്കയാണ്. ഹ്യൂഗോ എക്കിറ്റിക്ക എന്ന് പറഞ്ഞാൽ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു സ്ട്രൈക്കറാണ്. ഈ ഒരു സീസണിൽ 22 ഗോളുകളും 8 അസിസ്റ്റുകളുമാണ് ഫ്രാങ്ക്ഫർട്ടിന് വേണ്ടി ഹ്യൂഗോ എക്കിറ്റിക്ക നേടിയത്. അപ്പോൾ എക്കിറ്റിക്കയെ പോലുള്ളൊരു ഗോൾ സ്കോറർ കൂടി വരികയാണെങ്കിൽ ലിവർപൂളിന് എല്ലാ മേഖലയിലും മികച്ച രീതിയിൽ എക്സൽ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു വലിയ നീക്കങ്ങളൊക്കെയാണ് ലിവർപൂൾ ഈ ഒരു ട്രാൻസ്ഫർ ജാലകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഹ്യൂഗോ എക്കിറ്റിക്കയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. ചെൽസിയും എക്കിറ്റിക്കയ്ക്ക് പിന്നിലുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് നല്ലൊരു ഗോൾ സ്കോർ, ഒരു നമ്പർ 9 അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂഗോ എക്കിറ്റിക്കയ്ക്കായി നല്ലൊരു മത്സരം നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയാണ് മറ്റൊരു ക്ലബ്ബ് കൂടുതൽ താരങ്ങളെ സമാഹരിച്ച് അടുത്ത സീസണിൽ ആ ഒരു തിരിച്ചുവരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ച് തുടർച്ചയായിട്ട് പ്രീമിയർ ലീഗിൽ അവർ ഡ്രീം റണ്ണൊക്കെ നടത്തി ഈ സീസണിൽ 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാൽ പോലും തുടക്കത്തിലെ വൻ തകർച്ചയിൽ നിന്ന് കുറേയൊക്കെ കരകയറാൻ സിറ്റിക്ക് സാധിച്ചിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ചില നിർണായക നീക്കങ്ങൾ, മർമോഷിനെ പോലുള്ള പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവന്നത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സിറ്റിക്ക് സാധിച്ചു എന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം സിറ്റിയുടെ പ്രകടനം കുറേയൊക്കെ മെച്ചപ്പെട്ടു. അങ്ങനെ അവസാനം ഇപ്പം 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. ചാമ്പ്യൻസ് ലീഗ് ബെർത്ത് സ്വന്തമാക്കാൻ സാധിച്ചു. അപ്പോൾ പെപ്പിന് അതൊരു ആശ്വാസമാണ്. പക്ഷേ അദ്ദേഹം വെറുതെ ഇരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അടുത്ത സീസണിൽ പൂർവാധികം ശക്തിയോടെ സിറ്റി തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 2 താരങ്ങളെയാണ് അവർ പ്രധാനമായിട്ടും നോക്കുന്നത്. ഒന്ന് റയാൻ ചെർക്കിയുടെ പേരാണ് ഇപ്പം വളരെ സജീവമായി കേൾക്കുന്നത്. 21-കാരനായ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ലിയോണിന്റെ താരമാണ്. യൂറോപ്പ ലീഗിലൊക്കെ നമ്മൾ പെർഫോമൻസ് കണ്ടതാണ്. അപ്പം ആ ഒരു താരത്തെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ സിറ്റിയുടെ നീക്കങ്ങളെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫ്ലോറിയൻ വിറ്റ്സിന്റെ ഡീല് സിറ്റി ഒഴിവാക്കിയത് തന്നെ റയാൻ ചെർക്കിനെ കൊണ്ടുവരാനാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കാരണം കുറച്ചുകൂടി എക്കണോമിക്കലായുള്ള ഒരു ഡീൽ എന്നുള്ള രീതിയിലാണ് ചെർക്കിയെ കാണുന്നത്. 21 വയസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. 25 മില്യൺ അല്ലെങ്കിൽ ഒരു 30 മില്യൺ ആണ് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ
റിലീസ് ക്ലോസ് റയാൻ ചെർക്കിയുടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിറ്റിക്ക് അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ടിയാനി റെയിൻഡേഴ്സ്, AC മിലാൻ്റെ ഡച്ച് മിഡ്ഫീൽഡറായ ടിയാനി റെയിൻഡേഴ്സിനെയും അവർ വളരെ സജീവമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. മിക്കവാറും ആ ഒരു സൈനിങ്ങും ഈ ഒരു സീസണിൽ തന്നെ നടക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. പിന്നെ യുണൈറ്റഡിൻ്റെ കാര്യം, നമ്മളിപ്പോൾ ഗർനാച്ചോയുടെ കാര്യം പറഞ്ഞു, മറ്റ് പല താരങ്ങളുടെയും പേരുകൾ ഇങ്ങനെ വളരെ സജീവമായിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ വിൻഡോയിൽ കേൾക്കുന്നുണ്ട്. ഡിലേപ്പിൻ്റെ കാര്യം ഇങ്ങനെ വളരെ സജീവമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ എംബുവേമയുടെ പേരും കേൾക്കുന്നുണ്ട്. ഒരു സ്ട്രൈക്കർ അത്യാവശ്യമായിട്ടും യുണൈറ്റഡിന് ഈ ഒരു സീസണിൽ, അതായത് നെക്സ്റ്റ് സീസണിൽ അത്യാവശ്യമാണ്. കാരണം അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഗോളടിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ് യുണൈറ്റഡിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡെലേപ്പിനൊക്കെ വേണ്ടി ചെൽസിയൊക്കെ വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. പ്രത്യേകിച്ച് സ്ട്രൈക്കർമാർക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡാണ്. പണ്ടത്തെ പോലെ വളരെ ഗോൾ സ്കോറിങ് എബിലിറ്റി ഉള്ള സ്ട്രൈക്കർമാർ താരതമ്യേന കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫൈറ്റ് തന്നെ എല്ലാവരും നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ റയൽ മാഡ്രിഡ് ആണെങ്കിൽ നമുക്കറിയാം അവരുടെ ട്രാൻസ്ഫർ ജാലകത്തെ മുന്നേറ്റങ്ങളൊക്കെ. ഇപ്പം ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് അൽവാരോ കരാറസിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ധാരണയായി ബെൻഫിക്കയുമായിട്ട് ചർച്ചകൾ ഇങ്ങനെ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പിന്നെ എഞ്ചിലോ സ്റ്റില്ലറാണ് അടുത്ത ടാർഗറ്റ്. മിക്കവാറും ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എഞ്ചിലോ സ്റ്റില്ലറേയും അവർ സൈൻ ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റില്ലർ സ്റ്റുട്ട്ഗാർട്ടിൻ്റെ പ്ലെയറാണ്. ടോണി ക്രൂസ് നിർദ്ദേശിച്ച ഒരു ക്രിയേറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഡീപ് പ്ലേയിങ് ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്ലേ മേക്കറൊക്കെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്ലെയറേയും കൂടി കൊണ്ടുവരാനാണ് ഇപ്പം റയൽ മാഡ്രിഡ് സജീവമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ലോകത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ അതിനൊപ്പം കുറേ മറ്റു വാർത്തകൾ കൂടിയുണ്ട്. ഇപ്പം കെവിൻ ഡിബ്രൂയിനെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഇതിഹാസ തുല്യമായുള്ള കരിയർ അവസാനിപ്പിച്ചുകൊണ്ട് നാപ്പോളിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് ലഭിക്കുന്നത്. ഏതാണ്ട് ഡീലായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ ഇറ്റലിയിൽ എത്തിക്കഴിഞ്ഞപ്പം 48 മണിക്കൂറിനുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള ഫൈനൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ എമിലിയാനോ മാർട്ടിനസിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ റൂമറുകളുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പേരും ബാഴ്സലോണയുടെ പേരും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എമിലിയാനോ മാർട്ടിനസിൻ്റെ സൈൻ ചെയ്യാൻ ഈ രണ്ട് ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്താവുമെന്ന് നമുക്കറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഭാവിയാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം. അദ്ദേഹം എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. അൽ നാസറിലെ തൻ്റെ ജേണി അവസാനിച്ചു എന്ന് ഒഫീഷ്യലായിട്ട് തന്നെ റൊണാൾഡോ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി എങ്ങോട്ട് പോകുന്നുള്ള, അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഫിഫ തന്നെ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കുറച്ച് ദിവസം മുമ്പ് വന്നിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അൽ ഹിലാലിലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ് പൊതുവെ കാണുന്നത്. കാരണം രണ്ടിൻ്റെയും ഓണർഷിപ്പ്, സൗദി രാജാവിൻ്റെ കീഴിൽ തന്നെയാണ് രണ്ട് ക്ലബ്ബുകളുടെയും ഓണർഷിപ്പ്. അതുകൊണ്ട് അതിനുള്ളൊരു സാധ്യതയാണ് പെട്ടെന്നുള്ളൊരു ഡീൽ എന്നുള്ള രീതിയിൽ കാണുന്നത്. ഇനി അറിയില്ല, റൊണാൾഡോ ആയിട്ട് സർപ്രൈസുകൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നീക്കം ഉണ്ടാകുമെന്ന് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഈ ട്രാൻസ്ഫർ ലോകത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ആ ഒരു പ്രതികരണങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ.